KL91 ബ്ലോഗിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയുള്ളവരെ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു ട്രൈബൽ ഉത്സവം നടക്കുന്ന സ്ഥലമാണ്. അതായത് ആദിവാസികളുടെ ഏരിയയാണ്. നല്ല പറ്റിയ സമയത്ത് ഞങ്ങളിവിടെ എത്തിയേ. അവരുടെ ഒരു നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ തന്നെ അവരുടെ ആഘോഷം നടക്കുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ കുറച്ച് വീഡിയോയിലേക്ക് ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. പറയുള്ളവരെ, ഇത് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങള്, അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഇവിടുത്തെ. ഊര് പേരുണ്ടത് ഗദ്ദയുടെ ഊര് പേര്. ജനം അങ്ങനെ ഒഴുകാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ലൈറ്റ് അറേഞ്ച്മെന്റും പരിപാടിയും. അപ്പോ ആന്ധ്രയിലെ അല്ലെങ്കിൽ രാജമണ്ഡ്രിക്ക് അപ്പുറത്തെ ഒരു 100 ചില്ലാനം കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീഡിയോസ് ആണ് ഇപ്പൊ വരുന്നത്. ഇത് നമുക്കൊരു ലക്കിയിൽ കിട്ടിയതാണ്. ഇങ്ങനെ അറിഞ്ഞില്ല, ഇവിടെ നമ്മളത് അറിഞ്ഞിട്ട് വന്നൊന്നുമല്ല. ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇങ്ങോട്ട് വരികയായിരുന്നു. ഉള്ളവര് ഉത്സവ പറമ്പാണ് കാണുന്നത്. ഡാൻസ് പരിപാടി എന്തെങ്കിലും നടക്കുന്നുണ്ട്. ఇప్పుడు మన వాళ్ళ ఉగ్రవాదులు ఎలా చెప్పామని భాషకి తెలియజేసింది కూడా మన మహిళలు. అర్ధరాత్రిగా జరిగిన ఈ ఆపరేషన్ సింధూర్ ద్వారా ప్రపంచానికి ఒకటి ప్రస్ఫుటంగా అర్థమై ఉంటారు. భారతదేశం ప్రపంచానికి శాంతినే కాదు, భయాన్ని కూడా పరిచయం చేయగలదు. ఒకసారి భారత్ మాతాకి మా జాతీయ గెలిచి చక్కటి అవకాశం కల్పించిన అలాగే ముందు పెద్దలకు అలాగే స్పాన్సర్స్ అందరికి కూడా థ్యాంక్ యూ సో మచ్. భారత ప్రదర్శన ఉంటున్న వాళ్ళు పుష్ప, ఓకే పుష్ప ఎంతమంది కాదు పుష్ప గట్టిగా వేస్తున్నారు. గట్టిగా చిన్నపిల్లలు చాలా మంది ఉన్నారు. ఎంతమంది మ్యారేజ్లోకి వస్తారు చూస్తారా? గట్టిగా వేసుకుని వస్తారు సార్. మీరు మ్యారేజ్ షో చేస్తారా? ఓకే సార్, ఓకే. మీ మ్యారేజ్ వస్తారు గట్టిగా వేస్తున్నారు. అది సూపర్ సూపర్, థ్యాంక్ యూ. ఓకే, తొందరగా మిమిక్రీ చాలా మంది ఒక వాయిస్ ఇమిటేట్ చేయడం అనుకుంటారు. ఓకే, ముందుగా నేను కొన్ని సౌండ్ చేస్తాను. మీకు నచ్చితే గట్టిగా చెప్పండి, కొట్టండి. నచ్చకపోతే రాకపోతుంది. ఓకే, సౌండ్. ఓకే, మరి ముందుగా మొబైల్ సౌండ్ ఎలా ఉంటుందండి చూపిస్తాను. അമ്മേന്തിരാ അമ്മയാ നിങ്ങളില്ലേ? పిల్లలతో మాట్లాడే బొమ్మ బాగుంది. ఇక్కడ చిన్నపాప ఎవరో స్టేజ్ దగ్గర ఒక పాప చిన్నపాప చిన్న పాప ఏమైంది? కళ్ళు
అవునా రే 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 ఏయ్ ఏయ్ ఇసో డో అది విളിച്ച് എല്ലാവരും തകവൻ പ്രിയമുള്ളവരെ ഇത് ഭയങ്കര സൗണ്ടാണ്, നല്ല ഒച്ചയാണ് ഇവിടെ. എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല. അവിടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇവിടെ പല പല കലകൾ നടക്കുന്നുണ്ട്, പല സെക്ഷനിലും പല ഇത് ഒരു പ്രദേശത്തിന്റെ വലിയ ആഘോഷമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ട്രൈബൽസിന്റെ ഒരു ആഘോഷമാണ് പറഞ്ഞത്. അപ്പോ അവരുടെ ഡാൻസും പരിപാടി കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല. വളരെ മനോഹരമായി ഇതിനകത്ത് ഗെയിമുകളും കളിക്കുന്ന നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ തന്നെ ഇതിനകത്ത് കുറെ പേര് ചാടി കളിക്കുന്നുണ്ട്. നോക്കട്ടെ അവരെ കിട്ടുമെന്ന്. ഇതൊക്കെ ഓർമ്മകളില്, അവരുടെ ജീവിതകാലം മുഴുവനുള്ള ഓർമ്മകളിൽ ഇതെല്ലാം ഉണ്ടോ? പപ്പയുടെ മമ്മിയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വന്ന് ഉത്സവത്തിന് വന്നു ആഘോഷം, ഇതൊക്കെയാണ്. നമ്മുടെ നല്ല കാലത്തൊന്നും ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പോയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും അല്ലല്ലോ. ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ആ ഒരു മനസ്സും അവരുടെ ഒരു സമാധാനവും നമുക്ക് കിട്ടിയെങ്കിൽ എത്രയും നല്ലതായിരുന്നല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നന്നായിട്ട് കളിച്ച് ഓടിച്ചാടി നടന്ന് അവര് ഈ ചൂടല്ലേ, ചൂടിനെ അതിജീവിച്ച് അവര് മുന്നോട്ട് പോകും. അത്രയൊരു റെസിസ്റ്റന്റ് പവറും എനർജിയും ഒക്കെ കുട്ടികളിലുണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ളതാണ്, വർഷങ്ങളായിട്ടുള്ള അനുഭവം പറയുന്നത്. ഈ ഗ്ലാസ് നിരത്തിയിട്ട് എറിയുന്ന ഒരു പരിപാടി ഇവിടെ വെച്ചിട്ടുണ്ട്. 30 രൂപ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു എറിഞ്ഞു നോക്കി ഒരു കിട്ടിയില്ലാന്ന് തോന്നുന്നു. ഈശ്വരയുടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ചെറിയ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവോട് പറയാൻ നമുക്ക് അറിയത്തില്ല. എന്ന കാരണം വെച്ചാൽ നമ്മളിവിടെ വന്നു, പെട്ടെന്നൊരു ചാൻസ് കിട്ടി, ഇങ്ങനെ വന്നു കാണുന്നു ആണ് പോകുന്നു, അത്രേ ഉള്ളൂ. ഇന്നലെ വലിയൊരു ആഘോഷ ഉത്സവമാണ് നടക്കുന്നത്. ഈ ലൈറ്റിംഗ് ഇങ്ങനെയുള്ളത് കൊണ്ട് നമ്മുടെ ക്യാമറയിലേക്ക് കറക്റ്റായിട്ട് మరి విధంగా చంద్రబాబు నాయుడు గారు తీసుకొచ్చండి. అలాగే మన തെലുങ്ക് ഭാഷയിലാണ് వైఎస్ జగన్ గారు వచ్చి మాట్లాడితే ఎలా ఉంటుంది? 2000-3000 ജനപ്പ് വന്നു കൂടിയിട്ടുണ്ട്. ഇനിയും നേരം വെളുക്കുന്നവരെ ആഘോഷം ഉണ്ടാവും. നല്ല പുളിമരങ്ങൾ, ഒരു ആഘോഷരാവ്, ഇവരുടെ ഉത്സവരാവ്. അതുപോലെ ഇത് ചുറ്റും മലയാണ് പറയുന്നത്, ചുറ്റും മല. ఒకటే చెప్తున్నా, శ్రీకమ్మ అమ్మేది పట్టిందిరా తల్లి. ఏదో ఒకటే చెప్తున్నా, యాక్టరే మోనో ఒకటే చెప్తున్నా, నేను ఉన్నాను, నేను విధానం చెప్తున్నా. ప్రతి ఒక్క చెల్లికి, ప్రతి ఒక్క ఆమెకి ఒకటే చెప్పదలుచుకున్నా. గట్టిగా శపథాలు అయితే కొట్టారు వారి యొక్క ఖాతాలోకి నేరుగా 10,000. എടാ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണോ? അതെ. థ్యాంక్ యూ సో మచ్. అందరికీ నచ్చింది అనుకున్నాను. మరి ఏమాత్రం లేట్ చేయకుండా మన డాన్స్ షోలోకి వెళ్ళిపోదాం. గట్టిగా వచ్చారు క్లాస్.
క్లాప్స్ కన్నా ఓలే బాగా వస్తున్నాయి. గట్టిగా ఓ ఓకే సాంగ్ బ్యూటిఫుల్ సాంగ్ పుష్ప. బిడ్డ ఇది నా అడ్డ. పర్ఫార్మెన్స్ మీ అందరి కళ్ళ కట్టినట్టు చూపించడానికి ഞങ്ങൾ അധികം സമയം നിൽക്കുന്നില്ല, ഞങ്ങൾ പോവാണ്. ഇപ്പൊ നാളെ രാവിലെ തന്നെ വിശാഖപട്ടണം പോകണം. നേരം വിളിക്കുന്നവരെ ജനം జరిపిస్తారమ్మా పలికించు ఎవరి నోట పలికిస్తావు. ട്രൈബൽ വില്ലേജിലെ വലിയൊരു ആഘോഷമാണ് നടക്കുന്നത്. ഒരു ദേശീയോത്സവം പോലെ അവർക്ക് ഇവിടെ ഇത്. ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ എല്ലാവരും കണ്ടോ കളിപ്പാട്ടങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. നമ്മളങ്ങനെയല്ലേ, നമുക്കൊരു അമ്പതിരുന്നാളോ അല്ലെങ്കിൽ ഉത്സവങ്ങളോ നമ്മൾ കുഞ്ഞിലേ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മകൾ എപ്പോഴും നല്ലതാണ്. ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പരിപാടികളായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മുഴുവൻ ആന്ധ്ര തെലുങ്ക് ഡാൻസുകളും പാട്ടുകളൊക്കെയാണ്. ഇനി ട്രൈബൽ പാട്ടുകളും മറ്റുള്ള ഡാൻസുകളൊക്കെ എല്ലാം വരും. ഇവരോട് ഇരിപ്പുണ്ട്. നിങ്ങളങ്ങോട്ട് വന്നില്ലേ రాలేదాటికి? రాలేదే? ఉండారు, అందరూ ఉండారు. ఎందుకు రాలే? అమ్మారు വരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കിലോമീറ്റർ ഒരു 1-2 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇങ്ങനെ ലൈറ്റും പരിപാടിയൊക്കെ ആയിട്ട് റോഡിൻ്റെ സൈഡ് മുഴുവൻ ലൈറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇനി ജനം നിറയും, നേരം വെളുക്കുന്നവരെ ഇനി ജനം നിറയും. മനോഹരമായിട്ട് ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. വണ്ടിക്കാരൊക്കെ നല്ല കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തൊക്കെയാവുമെന്ന് അറിയാൻ പാടില്ല. എന്നിരുന്നാൽ തന്നെ ഒരു പാവങ്ങളും മര്യാദയുള്ളവരാണ് ജനം. എനിക്കറിയാം, 10-25 വർഷത്തെ അനുഭവിച്ച് പറയാണ്. വളരെ പാവപ്പെട്ട ഒരു മര്യാദയുണ്ട്, സ്നേഹമുള്ള മനുഷ്യരാണ്. ഒരു ദേശത്തിൻ്റെ വലിയൊരു ആഘോഷമാണ് നടക്കുന്നത്. അതായത് ഇത് കുടുംബസമേതം എല്ലാ ജനവും ഇവിടെ വന്ന് വലിയൊരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. അതിലുപരിയായിട്ട് ശരിക്കൊരു ആദിവാസികൾ, ട്രൈബൽ, കാട്ടിൽ ജീവിക്കുന്ന കുറേ മക്കളുടെ വലിയ സ്വപ്നങ്ങളാണ് ഈ കാണുന്നത്. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. ഇനി ഇവിടെ ചെറിയ ചെറിയ കാഴ്ചകളുണ്ട്, നമുക്ക് നോക്കാം കാഴ്ചയിലേക്ക്. ഏതെടുത്താലും 20. സകലവിധ ദൈവങ്ങളും ഇവിടെയുണ്ട്. ഈശ്വരന്മാരുടെ പട്ടങ്ങളാണ്. അവരുടെ ഒരുപാട് എല്ലാവരും ഉണ്ട് ഇവിടെ.
പണ്ട് കാലങ്ങളിൽ ഒരുപാട് എന്താ പറയുക വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന ഉത്സവങ്ങളിലൊക്കെ ഒരു പതിപ്പാണ് ഈ കാണുന്നത്. ഇപ്പോഴും നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇതിങ്ങനെ നീണ്ടു കിടക്കാണ്. ഞാൻ വഴി അങ്ങറ്റം വരെ കിടക്കുന്നു. ഒരുപാടുണ്ട്. ഒരു ഹൈന്ദവ അമ്പലങ്ങളുടെയും അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്ത ആളുകളുടെയും ആഘോഷങ്ങളാണ്. നമുക്കതൊന്നും സാരമില്ല. വളരെ എന്താ പറയുക, വളരെ ഭക്തിപൂർവമായ കുറേ ഭക്തജനങ്ങളും പാവപ്പെട്ട കുറേ മക്കളും അവരുടെ സ്വപ്നങ്ങളും ആഘോഷങ്ങളും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ മിഠായി ചേട്ടൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. നമുക്ക് ഒരെണ്ണം നോക്കട്ടെ ഇതിൻ്റെ പരിപാടി. തീ കത്തിച്ചുകൾ സിമ്പിൾ പരിപാടിയാണ്. നല്ല രസമല്ലേ? വന്നു തുടങ്ങി. എനിക്ക് ഹൈ ഷുഗർ ആയിരിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണ്ടി മേടിച്ചോ. വളരെ രസമാണ് ഈ പരിപാടി. കണ്ടോ, അത്രയും ചെറിയ സാധനത്തിനാണോ അത്രയും ചുറ്റി അത്രയും വലുതാക്കി നീ വന്നുകൊണ്ടിരിക്കുക അതിനകത്തുനിന്ന്. അത് കഴിഞ്ഞിട്ട് ആള് വളരെ വിദഗ്ധമായിട്ട് ഇതിലേക്ക് മാറ്റി എന്നിട്ട് പാക്ക് ചെയ്ത് ഓക്കെ കവറിനതിന് മേലെ കൂടെ എടുത്തു. ആള് വേണമെന്ന് ചോദിക്കണേ, ഉമ്മാർക്ക് ആർക്കും വേണ്ട. ഓരോരുത്തർക്കും ഇവിടെ കുറേ നല്ല കളർ ബൊമ്മകളൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് പൂക്കളാണ്. നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ബോലോറയുടെ ഒരു പിക്കപ്പ് വാനിൽ സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ ഒരു സംഭവം കണ്ടോ. ഈസി പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ ഈ പെരുന്നാളിനൊക്കെ വരുന്ന അതേ രീതിയിൽ ഒരു ബോലോറയാണ്. ബോലോറയുടെ മാക്സ് XX പിക്കപ്പ്. ഇതിനകത്ത് ഇച്ചിരി ഈ സാധനം മുഴുവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആവശ്യം കഴിയുമ്പോൾ സുഖമായിട്ട് എടുത്തിട്ട് പോകാം. ആരും ശല്യമില്ല. വില ശല്യം ഉണ്ടാക്കാൻ വന്നാൽ തന്നെ ഇവിടെ കുറേ കമ്മൽ സാധനമൊക്കെ ഉണ്ട്. ഇവരിങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഒരുപാട് ഉപയോഗിക്കും. കാണാറുള്ളത് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് ഓക്കെ വെൽക്കം തപ്പുക്കോ വണ്ടി ഇത് രാജമന്ത്രിയിൽ നിന്നും വൈശാഖിൽ നിന്നും വിജയവാഡയിൽ നിന്നൊക്കെ വരുന്ന വലിയ ലോറികൾ നടക്കുന്ന സ്ഥലമാണ്. ഇതിൽ എന്തോ വലിയൊരു ലോഡ് കയറി പോകുന്നുണ്ട്. ദൈവമേ, ജനം ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഒറീസയിലെ വണ്ടിയല്ലേ ഓടി ചെയ്തിട്ടുണ്ടാ. ഒറീസന്ന് ചോദിച്ച വണ്ടി ఓడియా ఏముంది దానిలో లోపల కాదు మామూలుగా ఏమో రీసెంట్ ఉంది అవి ఈ సైడ్ അങ്ങോട്ട് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു
100-200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒറീസയുടെ ബോർഡറാന്ന് പറഞ്ഞവർ. മുഴുവൻ കാടും പരിപാടിയൊക്കെയാണ്. పేపర్లు వేయాలా? వేస్తాం. కావాలా మీకు? మరి ఎందుకు? ഓക്കെ. ആൾ പേപ്പറിലിടുമെന്ന് ചോദിക്കുന്നു. ഇവരുടെ ഏറ്റവും വലിയ പേടിയാണ് ഈ സാധനങ്ങൾ വിറ്റ് വലിയ പേപ്പറിൽ വരുന്നുള്ള പേടി. ജനങ്ങട് നിറയുന്നു. ഹലോ, ഇവിടെ കുറച്ച് എന്നിട്ട് പറയാ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നോക്കട്ടെ കേട്ടോ, അവരുണ്ടാക്കുന്നത് എങ്ങനെയാണ്. കുറച്ച് ചിന്ന പയ്യന്മാരോടൊന്ന് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. ഒരു ഫേസൊക്കെ കണ്ടിട്ട് ശരിക്കും ട്രൈബൽസിൻ്റെ അതേ അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ഞാൻ ഇവരുടെ ഇടയിൽ കുറേ സോഷ്യൽ വർക്കറായിട്ട് പോയിട്ടുണ്ട്. ഒറീസ, അതുപോലെ തന്നെ മേഘാലയ, നാഗാലാൻഡ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ. പോയി അയ്യോ, അത് കൊഞ്ച് നീ അതിനകത്ത് ചെറിയൊരു ഈച്ചയൊക്കെ വീണു. ഈച്ചയല്ല, ചെറിയ പ്രാണി. ലൈറ്റാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓപ്പൺ സ്ഥലമാണ്, അതൊന്നും സ്ഥലമില്ല. ഫ്രൈഡ് റൈസ് ఇతర పేరు ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. మీరు ఆర్డర్ పెట్టారా? మీకేనా? ചെറിയ സ്റ്റവും വെച്ച് അവർ കുറച്ച് മുട്ടമറക്കി വെച്ചു. അവർ 2 ടേബിൾ ഇട്ടു. കറക്റ്റ് സാധനം. ഗ്യാസൊക്കെ അവിടെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാതിരിയുള്ള നാട്ടിൻ്റെ മാതിരിയുള്ള ഒരുപാട് നിയമങ്ങളോ അതല്ലെങ്കിൽ ഒന്ന് തടയുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇത് സിമ്പിളായിട്ടുള്ള പല കാര്യങ്ങളാണ്. കഴിഞ്ഞ പരിപാടി കുറച്ച് അജിനാമോട്ടയെന്ന് തോന്നുന്നു. ഉപ്പാണോ അജിനാമോട്ട ചെയ്തിട്ടുണ്ട്? അജിനാമോട്ടയോ കണ്ടിട്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ തോന്നുന്നുണ്ട്. പൊടികളൊക്കെ ഇടുന്നുണ്ട്. ടേസ്റ്റ് നല്ല സ്മെല്ല് പറയുന്നുണ്ട്. ബാവുന്നില്ല സ്മെല്ല്. നമുക്കൊന്നും വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ആരോ ഓർഡർ ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആരെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എടുക്കുന്നു. നേരം കൂടി ചൂടാക്കി സാധനം എടുക്കുന്നു. എഗ് ഫ്രൈഡ് റൈസ് റെഡി. അതിൽ പോയതിനുണ്ട് അതിനെ വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇതൊക്കെ എനിക്കൊന്നും ഇതൊക്കെ ഇത് നൂഡിൽസ് അനുకుంటున్నాను కదా. ఎగ్ నూడిల్స్. చికెనా? మీకు తెలుసా? అవునా, నాకు తెలియదు. അതേപോലെ തന്നെ പൊടികളിടുന്നു, സാധനം ഇടുന്നു. ഇവരൊക്കെ വെയിറ്റിംഗ് ആയി. ആളുകൾ മുഴുവൻ വെയിറ്റിങ്ങിന് വേണ്ടി. KL91 ബ്ലോഗിലെ ഒരു വീഡിയോ, ഒരു ഉത്സവ ആഘോഷങ്ങളുടെ വീഡിയോയിലേക്ക് നമ്മളപ്പോൾ അങ്ങനെ പ്രവേശിച്ചു. കുറച്ച് ഭാഗങ്ങൾ കണ്ടു, കുഴപ്പമില്ല. വണ്ടിക്കാരൊക്കെ ഒരിടത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു പിന്നെയും പറയുകയാണ്, ഇതൊരു ട്രൈബൽ ആഘോഷമാണ്. വലിയൊരു വനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ. നമ്മൾ മാറാം, വണ്ടി പോട്ടെ.
നമ്മൾ യാദൃശ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഡേറ്റ് സെയിം ആയതുകൊണ്ട് നമ്മളങ്ങനെ വന്നു മാത്രമേ ഉള്ളൂ. നമുക്കിനി ഒരു 10 കിലോമീറ്റർ പോയാൽ നമ്മുടെ വീടാണ്. 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്, ഈ മലയുടെ ഒരു അടിവാരത്തിലാണ്. നമ്മൾ ആളുകളോട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇതൊരു നമുക്കറിയാത്ത ഭാഷ, അറിയാത്ത സ്ഥലം, എനിക്കറിയാം. അങ്ങനെയുള്ളൊരു ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളും അതിൻ്റേതായ അവരുടെ വിൽപ്പന സ്ഥലങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെയാണ് ചെറുതായിട്ട് കാണിച്ചു തന്നത്. നമ്മുടെ ചിലപ്പോൾ വലിയ ഇഷ്ടമാവുകയോ വലിയ ഭംഗിയൊന്നും കാണാൻ സാധ്യതയില്ല. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വലിയ കാര്യമാണ്. ഒരു കുറേ പാവപ്പെട്ട ജനങ്ങളുടെ. അപ്പോൾ നമ്മുടെ ഫാമിലി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ചിസ്മോൻ എങ്ങനെയുണ്ടായിരുന്നു? അതെ, ജെറോം സൂപ്പറാണോ? വയ്യാണ്ടായ എങ്ങനെയുണ്ടായിരുന്നടി? നിൻ്റെ നാട്ടിനെ കുറിച്ച് പറ. നിൻ്റെ നാട്ടിൽ നടക്കുന്ന ആഘോഷമല്ലേ ഇത്? ഇതേപോലെ തന്നെയാണ് ഈദരയിൽ നടക്കുന്നതല്ലേ? ഈദരയിലത് അത് ചർച്ചാണ്, പള്ളിയിലെ പെരുന്നാളാണ്. ഇത് ഇതാണ്. അതാണ്. അത് നല്ല ആഘോഷങ്ങളൊക്കെ ആഘോഷമാണ് എല്ലായിടത്തും. മനുഷ്യരൊക്കെ ഒന്നല്ലേ, అതാണ് ఏంటి ప్రత్యేకత. ఓకే కౌసి ఎలా ఉంది? బాగుందా? ఓకే పండక్క సూపర్, థ్యాంక్ యూ. నేనే తీసుకొచ్చా కదా. ఏం కొనుక్కున్నావు? ఏదో సాధనం పెడిచిట్టు ఫోటోసా? సరే.